ആഹാരം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴോ വായ്ക്കകത്ത് ഒരു ബേണിംഗ് സെൻസേഷൻ അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? ബേണിംഗ് മൗത്ത് സിൻഡ്രോം, അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ തൃഷ്ണ, സമത്വം നാച്ചുറോപ്പതി. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു അനീഷ. ഡോക്ടർ, എനിക്കിന്ന് ചോദിക്കാനുള്ളത്, ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വായിക്കാത്തൊരു നീറ്റല് പോലെ തോന്നുന്നുണ്ട്, ഒരു പൊള്ളും പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ചൂടുവെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, തണുത്തത് കുടിക്കുമ്പോഴും ഒക്കെ ഒരു ബേണിംഗ് സെൻസേഷൻ വല്ലാതെ ഫീൽ ചെയ്യുന്നു. പക്ഷെ അത് എത്ര ഡോക്ടറിനെ കാണിച്ചാലും അവർക്കും മനസ്സിലാവുന്നില്ല, നമുക്കൊന്നും കഴിക്കാനും പറ്റുന്നില്ല, എന്ത് കഴിച്ചാലും ഇതാ പ്രശ്നം എന്ന് പറയുന്നത്. ഫ്രസ്ട്രേറ്റഡും ആണ്, സ്ട്രെസ്സും ആവുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ? ബേണിംഗ് മൗത്ത് സിൻഡ്രോം 2 കാരണങ്ങളുണ്ടാവും. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത, ഇപ്പം അനീഷ പറഞ്ഞൊരു കേസ് പ്രൈമറി ആകാം. പക്ഷേ സെക്കൻഡറി കേസസ് വളരെ കോമൺ ആണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഡ് റീഫ്ലക്സ്, അതായത് നമ്മൾ പുളിച്ച് തേട്ടു എന്ന് പറയുന്നില്ലേ വായിക്കാത്ത. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ, ഡൈജഷൻ ശരിയല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് നമ്മുടെ വായിക്കകത്ത് അതിൻ്റെ ഒരു അൾസറും ഇതുപോലെ ബേണിംഗ് സെൻസേഷനൊക്കെ മ്യൂക്കസ് മെംബ്രെയിനിൽ വരാം. അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ദഹന പ്രക്രിയ ശരിയാണോ എന്ന് നോക്കണം. അപ്പം പല ആൾക്കാരും നമ്മൾ ചോദിക്കും നെഞ്ചെരിയുന്നുണ്ടോ എന്ന് പറയും. വല്ലപ്പോഴും ഉണ്ടെന്ന് പറയും. പക്ഷെ വല്ലപ്പോഴും ഉണ്ടതിൻ്റെ അർത്ഥം ദർ ഇസ് സം പ്രോബ്ലം. അപ്പം നമ്മൾ അതൊന്ന് ക്ലിയർ ആയിട്ട് അഡ്രസ്സ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഈ ആസിഡ് റിഫ്ലക്സ് ഉള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, മലനടക്കും. എസ്പെഷ്യലി ലേറ്റായിട്ട് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് മലനടക്കും. അപ്പോൾ ഈ ബേണിംഗ് മൗത്ത് സിൻഡ്രോം ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ഒന്ന്, നമ്മൾ 7 മണിക്ക് മുമ്പ് ഫുഡ് കഴിക്കുക, എന്നിട്ടൊരു 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങുക. അപ്പോൾ ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഉടനെ ഫ്ലാറ്റായിട്ട് പോയി കിടക്കരുത്. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ചാരുകസേര വെച്ച് അല്ലേ, നമ്മുടെ കാരണവന്മാരൊക്കെ അങ്ങനെയല്ലേ ഇരിക്കുന്ന റിലാക്സേഷന്. കാരണം ഈ വയറിലെ കണ്ടൻസ് ഭയങ്കര ആസിഡിക് ആണ്. നമ്മുടെ വയറിലെ കണ്ടൻസ് അത് തിരിച്ച് നമ്മുടെ വായിലേക്ക് വരാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. ദാറ്റ് ഇസ് നമ്പർ 1. പിന്നെ ആസിഡ് റിഫ്ലക്സ് വേറെ കണ്ടീഷൻസിലും വരാം. ഇപ്പം നമുക്ക് എന്താ പറയുക, ഗട്ട് ഇഷ്യൂസ് ഉള്ളവർക്കും ആസിഡ് റിഫ്ലക്സ് വരാം. പക്ഷെ ജനറലി നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി ഉള്ളവർക്കും ഈ ബേണിംഗ് മൗത്ത് സിൻഡ്രോം വരാം. കാരണം നമ്മുടെ മ്യൂക്കസ് മെമ്പറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ വൈറ്റമിൻ ബി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് നമ്മൾ കൂടുതലും വൈറ്റമിൻ ബി റിച്ച് ആയിട്ടുള്ള ഫുഡെല്ലാം കഴിക്കേണ്ടത്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചിലപ്പോൾ നമ്മൾ റെഡ് മീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. പിന്നെ കഞ്ഞിവെള്ളം ഇല്ല, കഞ്ഞിവെള്ളമൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഒത്തിരി പേര് അവോയ്ഡ് ചെയ്യുന്നൊരു സാധനമാണ് ഹൈ കാർബ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡൈല്യൂട്ടഡ് ആയിട്ട് കുറച്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് ഹീൽ ചെയ്യാനായിട്ട്, മ്യൂക്കസ് മെമ്പറിനെ ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഏറ്റവും ബോഡിക്ക് കംഫർട്ടബിൾ റൈസ് ആണ്, ചോറാണ് ശരിക്കും പറഞ്ഞാൽ കംഫർട്ടബിൾ. പക്ഷെ നമ്മുടെ പ്രശ്നം വെച്ചാൽ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നുള്ളതാണ് നമ്മുടെ അതെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യും. പ്രത്യേകിച്ചും നമ്മുടെ ചെമ്പവരിയുടെ ആ ഒരു ഇത്, അതിലാണ് ബി വൈറ്റമിൻ ഉള്ളത് കൂടുതലും. പിന്നെ റെഡ് മീറ്റിലും ഉണ്ട്. റെഡ് മീറ്റിൽ നിന്നൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻസ് കിട്ടും. പക്ഷെ നമ്മൾ ഹെൽത്ത് റീസൺസിന് ഒരുപാട് ഇപ്പം നമ്മൾ കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. പിന്നെ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. അപ്പോൾ ഫ്രൂട്ട്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുളിയുള്ള ഫ്രൂട്ട്സ് ചിലപ്പോൾ ഇതിനെ ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, പുളി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് നെല്ലിക്ക, നാരങ്ങ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ തണ്ണിമത്തൻ, അങ്ങനത്തെ സൂതിങ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ്, മസ്ക് മെലൺ, ഷമാമില്ലേ, അങ്ങനത്തെ സാധനങ്ങൾ, അതൊക്കെ. പിന്നെ നമ്മുടെ ആത്തച്ചക്കയില്ലേ, അതൊക്കെ നല്ല സൂതിങ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ റോബസ്റ്റ പഴവും ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ലതാണ്. കാരണം അത് ഈ മ്യൂക്കസ് സെക്രീഷൻ കൂട്ടാനും ഈ വായിലെ ആ ഒരു ഹീലിംഗ് നടക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും പൂപ്പൽ, നാവിലൊക്കെ പൂപ്പലുള്ളൊരു വെള്ളപ്പാണ്ട് പൂപ്പലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയുള്ളവർക്ക്, ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉള്ളവർക്കും ഇതുപോലെ ബേണിംഗ് മൗത്ത് സിൻഡ്രോം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം, ഫംഗൽ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെതായ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ പോകണം. എങ്കിലും ജനറലി നമ്മൾ അതിൻ്റെ ഒരു പ്രിവെൻഷന് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഹെൽത്തി ബാക്ടീരിയനെ ഫുഡിൽ കഴിക്കുക എന്നുള്ളതാണ്. ഈ പ്രോബയോട്ടിക്സ് ഇതിനെ ഹെൽപ്പ് ചെയ്യും. അത് ഈ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്നത് നല്ലതാണ്, ഭയങ്കര നല്ലതാ പഴങ്കഞ്ഞി. പഴങ്കഞ്ഞിനെ പോലെ തന്നെ നല്ലതാണ് നമുക്ക് ഈ പറഞ്ഞ ചെറുതായിട്ട് പുളിപ്പിച്ച മോര്. ഒത്തിരി എരിവ് കഴിച്ചാലും പ്രശ്നമാണ് തീർച്ചയായിട്ടും. കാരണം നമുക്കിപ്പോ ഒരു അൾസർ ഉണ്ടെന്ന് വെച്ചൊരു മുറിവുണ്ട്, അതിന്റെ പുറത്ത് ഇപ്പൊ മുളക് പൊടി ഇട്ട എന്താവും നമ്മുടെ അവസ്ഥ, അതുപോലത്തെ അവസ്ഥയാണ്. അതാണ്, എരിവൊന്നും കഴിക്കാൻ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഹണി, നമ്മുടെ തേനില്ലേ, തേൻ കുറച്ച് നല്ലതായിട്ട് ഉണ്ടാവും. കാരണം തേൻ എന്ന് പറഞ്ഞാൽ മധുരമാണ്, അതിൽ കുറെ ആന്റി ഇൻഫ്ലമേറ്ററി
പ്രോപ്പർട്ടീസ് ഉണ്ട് തേനിൽ. അപ്പോൾ അത് നമ്മൾ സാറിന് ഈ അൾസർ ഉള്ളിടത്ത് പരട്ടി വെച്ചാൽ പെട്ടെന്ന് ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഗുണമാണ് അലോവേറ. അലോവേറ ഹീൽ ചെയ്യാൻ ഭയങ്കര നല്ലതാണ്, പ്രത്യേകിച്ച് മ്യൂക്കസ് മെമ്പറീനൊക്കെ. അപ്പോൾ നമ്മൾ പറയാറുള്ള വെച്ചാൽ അലോവേറ ഒന്നിൽ അതേപോലെ കുടിക്കുക, അല്ലെ ചെറുതായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്തിട്ട് തേനൊഴിച്ച് ഇതിനെ ഫെർമെൻറ്റ് ചെയ്തിട്ട് പുളിപ്പിച്ചിട്ട് കുടിക്കാൻ പറയും. അപ്പോൾ ഒരുപാട് പുളി നമുക്ക് വേണ്ട, ഇറിറ്റേറ്റ് ചെയ്യും. ചെറുതായിട്ടൊന്ന് പുളിപ്പിച്ച് കഴിഞ്ഞാൽ അത് കുടിച്ചാൽ ഈ മൗത്ത് അൾസറിനെ ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഈ ബേണിംഗ് സെൻസേഷന്. പിന്നെ നമുക്ക് വേറെ ഒന്ന് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഓയിൽ പുള്ളിങ് എന്ന് പറയും. അതാണ് നമ്മുടെ വെളിച്ചെണ്ണയില്ല, വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ വായിൽ കുപ്പിളിക്കുക, വായിൽ കൊണ്ടിട്ട് കുപ്പിളിക്കുക. വെളിച്ചെണ്ണയുടെ ഗുണം എന്ന് വെച്ചാൽ ഭയങ്കര ആന്റി മൈക്രോബിയൽ, അതായത് ഏതൊരു ഇൻഫെക്ഷ്യസ് ഏജന്റിനെ നശിപ്പിക്കാൻ വെളിച്ചെണ്ണയ്ക്ക് പറ്റും. അത് മാത്രമല്ല അതൊരു ഓയിൽ മീഡിയം ആയതുകൊണ്ട് ഒരു കോട്ടിങ് മാതിരി നമ്മുടെ വായിക്കകത്ത് ഇരിക്കുകയും ചെയ്യും. അപ്പം നല്ല രീതിയിൽ ഈ ടോക്സിൻസിനെ പുള്ളി ചെയ്യാനും ഇൻഫെക്ഷ്യസ് ഏജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാനും ഓയിൽ പുള്ളിങ് വളരെ നല്ലതാണ്. അപ്പം ഈ മൗത്ത് അൾസർ അല്ലെങ്കിൽ ഈ ബേണിംഗ് സെൻസേഷൻ ഒരു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ മൗത്ത് അൾസർ ആയേക്കാം. അപ്പം അങ്ങനെയുള്ളവർ രണ്ട് കൂട്ടരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഈ അലോവേറയുടെ ഒരു ചെറുതായിട്ടുള്ള ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കുടിക്കുക, പിന്നെ തൈര്, അതൊക്കെ നല്ലതാണ്. തൈര് പ്രോബയോട്ടിക് റിച്ച് ആയതുകൊണ്ട് തൈര്, മോരിലൊക്കെ ഒരുപാട് പച്ചമുളകൊന്നും ഇട്ട് കളയാൻ പറ്റത്തില്ല, ചെറുതായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് ഓയിൽ പുള്ളിങ്, വായിൽ കുപ്പിളിച്ചെടുക്കുക, പിന്നെ ഹണി, തേൻ നമ്മുടെ വായിക്കകത്ത് പരട്ടുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ട്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ വായിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ബ്രേസസ് ഇട്ട് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഇട്ട കുട്ടികൾക്ക് അവർക്ക് കമ്പി ഒരയുന്നു, മുറിവ് നടക്കുന്നു. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്ത് ഹീൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം എവിടെ ഒരു മുറിവുണ്ടോ അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇൻഫ്ലമേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ, നമ്മുടെ തുപ്പൽ, അതായത് നമ്മുടെ ഉമ്മിനീര് നല്ല സർക്കുലേഷൻ ഉണ്ടോ, വായിക്കകത്ത് നല്ലോണം വരുന്നുണ്ട്. ഡ്രൈ മൗത്ത് ഉള്ളവർക്കും ബേണിംഗ് സെൻസേഷൻ വരും. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, സലൈവയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരുപാട് പേർക്ക് കോവിഡ് വന്ന ശേഷം സലൈവറി സെക്രീഷൻ ഒക്കെ ഒരുപാട് കുറഞ്ഞ കേസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പറയുന്നത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബബിൾഗം ചൂ ചെയ്യാനായിട്ട്. നമ്മുടെ ബബിൾഗം ഇല്ലേ, അത് ഷുഗർ ഫ്രീ ആയിട്ട്, ഷുഗർ ഉള്ളതാണെങ്കിൽ പല്ലെല്ലാം കേടുവരും. ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചൂ ചെയ്താൽ ഈ മസിലിന്റെ ആക്ഷൻ കൊണ്ട് നമ്മുടെ ഈ ഇവിടെയുള്ള ഗ്ലാൻസ് എല്ലാം സെക്രീഷൻ കുറച്ച് കൂട്ടും. അപ്പൊ ലോക്കലി നമുക്ക് ആ സെക്രീഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പം അനിഷ തുടക്കത്തിലെ പറഞ്ഞു ചൂടുവെള്ളം കുടിക്കാൻ പറ്റില്ല, തണുത്ത വെള്ളം. അപ്പം ഇതിൽ നമ്മൾ മെയിൻ ശ്രദ്ധിക്കുന്നത് തണുത്ത വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്, ചൂടുവെള്ളം നമുക്ക് പറ്റില്ല. കാരണം ഓൾറെഡി ഇൻഫ്ലെയിംഡ് ആണ്, ഭയങ്കര ബേണിങ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചൂട് കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പം അവിടെ നമ്മൾ തണുപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ തണുത്ത മിൽക്ക് ഷേക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. പിന്നെ അതും നമ്മൾ ഷുഗർ അധികം ഉപയോഗിക്കാണ്ടിരിക്കുക, കാരണം ഷുഗർ എപ്പോഴും ഒരു ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പഞ്ചസാര ഇല്ലാതെ നാച്ചുറൽ ഫ്രൂട്ടും പാലും, തണുത്ത പാലും ഒക്കെ മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ നമുക്ക് ഫ്രൂട്ട്സ് അടിച്ചിട്ടൊക്കെ കുടിക്കുവാണെങ്കിൽ ഭയങ്കര അതെ. അതേപോലെ തന്നെ അവക്കാഡോ വളരെ നല്ലതാണ്, കാരണം അതും ഹീൽ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഫുഡിൽ ശ്രദ്ധിച്ചാൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മുടെ വായിക്കകത്ത് ഇന്ന് നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കടിച്ച് ചവച്ചൊന്നും കഴിക്കുന്നില്ല അല്ലെ. പണ്ടൊക്കെ നമ്മൾ കരിമ്പൊക്കെ ചവയ്ക്കുന്നൊക്കെ എന്തൊരു അല്ലെ, ഭയങ്കര ഡിഫിക്കൽട്ട്. അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു വായിൻ്റെ മൂവ്മെൻറ്റ് അതുണ്ടെങ്കിൽ മാത്രമേ സെക്രീഷൻ കൂടുകയുള്ളൂ, ഹീലിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നാരുള്ള ഭക്ഷണം നല്ലോണം ഇൻക്ലൂഡ് ചെയ്യണം. സ്പൈസി വേണം എന്നില്ല, പക്ഷെ നാര് വേണം. അപ്പോൾ അവിടെയാണ് നമുക്ക് പലപ്പോഴും ഈ മാമ്പഴം, ചക്കപ്പഴമൊക്കെ നല്ലതായിട്ട് നാരുള്ള ഫുഡ്. പക്ഷെ അത് കൂടാണ്ട് തന്നെ വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. വെജിറ്റബിൾസ് നല്ലത് എപ്പോഴും നമ്മുടെ കുമ്പളങ്ങ, പടവലങ്ങ, അതൊക്കെ ആണെങ്കിൽ വെള്ളമുണ്ട്, അത് അത്യാവശ്യം നാരും ഉണ്ട്, നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഫുഡിന്റെ കാര്യങ്ങൾ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഡോക്ടർ? അതായത് ഇപ്പോൾ കെമിക്കലായിട്ട് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ആയിരുന്നാലും, നമ്മൾ ഓവറായിട്ട് ടങ്ക് ക്ലീൻ ചെയ്യുന്നതായിരുന്നാലും ഒക്കെ ഈ ഒരു ബാനിങ് സെൻസേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് ആ ഒരു നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും? അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരുപാട് കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഉള്ള ടൂത്ത് പേസ്റ്റ്, അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ ബ്രാൻഡ് നോക്കിയാണ് നമ്മൾ പലപ്പോഴും വാങ്ങുന്നത് അല്ലേ. പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് പറഞ്ഞിട്ട്, പലപ്പോഴും ഉമ്മിക്കരി ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം അത് ആക്ടിവേറ്റഡ് ചാക്കോളാണ്. ചാക്കോൾ എന്ന് പറഞ്ഞാൽ, ഈ ഉമ്മിക്കരി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടോക്സിൻസിനെ പുള്ളി ചെയ്യാൻ കഴിവുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഹെവി മെറ്റൽസിനെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഉമ്മിക്കരിയാണ്, ചാർക്കോളാണ്. അപ്പം വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഉമ്മിക്കരി ധാരാളം ഉപയോഗിക്കും, ഉപ്പും ഉമ്മിക്കരി. കാരണം ഉപ്പിൻ്റെ ഗുണം അഗെയിൻ നമുക്ക് ഈ ഷുഗർ ഓവർലോഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും ആൻറ്റിസെപ്റ്റിക് ആയിട്ടൊക്കെ
നല്ലതായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും ഈ ഷുഗർ ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കുക. കാരണം മധുരം അവിടെ നിന്നാൽ വീണ്ടും ബാക്ടീരിയൽ ഗ്രോത്തും ഡീക്കേയും സംഭവിക്കും. അപ്പം മധുരം ഇല്ലാത്ത ടൂത്ത് പേസ്റ്റ് നോക്കി നമ്മൾ വാങ്ങിക്കണം. അതൊക്കെ ഇച്ചിരി പാടുള്ള കാര്യം. പിന്നെ പണ്ടത്തെ ആൾക്കാർ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്, ഈ നീമില്ലേ, നമ്മുടെ ആര്യവേപ്പിന്റെ ഇല മാത്രം, ഇല ഭയങ്കര കയ്പാ, പക്ഷെ അതിന്റെ ട്വിഗ്സ് ഉണ്ട്, എന്താ പറയുക, അതിന്റെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഇല്ലേ, അതിന്റെ ശിഖരം, അത് ചവയ്ക്കും. അത് ഭയങ്കര നല്ല, അത് ഭയങ്കര ആന്റി ബാക്ടീരിയൽ ആന്റി വൈറലൊക്കെയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വായിനെ ക്ലെൻസ് ചെയ്യാനായിട്ടും സെക്രീഷൻസ് കൂട്ടാനായിട്ടും നല്ലത്. അതുപോലെ മാവിന്റെയും പണ്ടത്തെ ആൾക്കാർ അല്ലേ മാവേല വെച്ചാണ് പല്ലൊക്കെ തേച്ചോണ്ടിരുന്നത്. ശരിക്കും അതൊക്കെ ഭയങ്കര ഗുണമാട്ടോ, ഭയങ്കര ഔഷധ ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവില്ല, പക്ഷെ വല്ലപ്പോഴും എങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ അനിഷ പറഞ്ഞ വേറൊരു കാര്യം, ടോക്സിൻസ് എക്സ്പോഷർ കുറയ്ക്കണമെങ്കിൽ നമ്മൾ പ്രോസസ് ഫുഡ് കുറയ്ക്കണം. അപ്പൊ അവിടെയാണ് നമുക്ക് പിസ്സ, നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടത്. കാരണം അതിനകത്തൊക്കെ കെമിക്കലി ഭയങ്കരമായിട്ടുള്ളതാണ്. പിന്നെ കളറുള്ള, ഇപ്പം നമ്മൾ റെയിൻബോ കേക്ക് അല്ലെ, ഭയങ്കര കളർഫുൾ. അപ്പൊ കളറുകളെല്ലാം ഡാമേജ് ചെയ്യും, കളറുകളെല്ലാം ഭയങ്കര ടോക്സിക് ആണ്. ഒരു പരിധി വിട്ടാൽ അതൊക്കെ കാർസിനോജനിക്, അതായത് നമുക്ക് ക്യാൻസർ വരെ വരാനുള്ള ചാൻസസ് ഉള്ളതാണ്. അതൊക്കെ ഡൈ മൗത്ത് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കുക. പിന്നെ ഈ മൗത്ത് ക്യാൻസറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് ഈ ചൂ ചെയ്യുന്നത്, അതായത് ഗുട്ക, പാൻ, പിന്നെ സ്മോക്കിംഗ് അല്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് അഗ്രവേറ്റ് ചെയ്യും. ആൽക്കഹോളിസം, ഇതെല്ലാം മോശം തന്നെയാണ്. അപ്പൊ അതെല്ലാം നമ്മൾ ഒഴിവാക്കണം. ഇപ്പോഴത്തെ ഒരു യങ് കൾച്ചറിൽ ഒരു ഇച്ചിരി ഒന്ന് കുടിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളൊരു അല്ലേ, കുടിക്കുന്നതൊക്കെ ഭയങ്കര ഒരു നല്ല കാര്യമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ചില്ല് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അല്ലേ. പക്ഷെ ആ ചില്ലിങ് ശരിക്കും നമുക്ക് എക്സ്റ്റേണൽ ഏജൻസ് അല്ല, നമ്മൾ സ്വയമാണ് നമ്മളെ ചില്ല് ചെയ്യേണ്ടത് അല്ലേ. എക്സ്റ്റേണൽ ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടല്ലോ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. നമ്മൾ ചില്ല് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളും കൂടി ഒന്ന് സേഫ് സോണിൽ നിൽക്കേണ്ടത് അത്യാവശ്യം. തീർച്ചയായിട്ടും. അപ്പൊ യങ്സ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇത് വരാതിരിക്കാൻ. വന്നവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറെയൊക്കെ ബെറ്റർ ആകും. നമ്മളിപ്പോൾ സംസാരിച്ചത് ബേണിംഗ് മൗത്ത് സിൻഡ്രോത്തിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ബേണിംഗ് സെൻസേഷൻ ഉള്ള എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. കെമിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഡോക്ടർ പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ഒരു ഉപദേശവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.